24th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അധികം ആഘോഷമൊന്നുമില്ല. വീട്ടിൽ ചെറിയൊരു ലഞ്ച്. എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് മടി വരുന്ന ദിവസം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് സീ ഫുഡ് ചട്ടിച്ചോറ്. മടി വരാറുണ്ട്. സീ ഫുഡ് ചട്ടിച്ചോറ് ആൻഡ് ഒരു പായസം, അത്രയൊക്കെ ഉള്ളൂ. വേറെ അധികം ആഘോഷമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ചെറിയൊരു ഡ്രൈവാണ് ആകെക്കൂടെ ഞങ്ങൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പ്ലാൻ ചെയ്തത്. ആൻഡ് ഡെസ്റ്റിനേഷൻ 2 ഞങ്ങൾ എപ്പോഴും സീ ഫുഡ് മേടിക്കുന്ന ഒരു സ്ഥലമുണ്ട് കമാലക്കടവിൽ, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ലൈവായിട്ട് സീ ഫുഡ് മേടിച്ചിട്ട് സീ ഫുഡ് ചട്ടിച്ചോറ്, അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ കമാലക്കടവിലെ ഞങ്ങൾ മീനൊക്കെ മേടിക്കുന്ന സ്ഥലം. ഇതാണ് അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിട്ട് സീ ഫുഡ് മേടിക്കുന്നത്. അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടോ? പിന്നെ സ്ക്വിഡും പിന്നെ കാരച്ചെമ്മീൻ പിന്നെ ചെറിയ ചെമ്മീൻ അത്ര മതി. ആവോലിയുടെ സീസണാണ് ഇപ്പോൾ. ഇന്ന് എനിക്ക് മറ്റേ ഇതെല്ലാം മതി. ഓ, ചെമ്പല്ലിയൊക്കെ ഫില്ല് ചെയ്ത്. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്ത് കിട്ടൂല്ലേ ചേട്ടാ? ഓക്കെ. ഇതിലും വലുതുണ്ടായിരുന്ന ചേട്ടാ? ഓ, സ്കാംബിയാണ് ഇത്. എന്താ വ്യത്യാസം ടൈഗർ പ്രോൺസും സ്കാംബിയും തമ്മിൽ? ഓക്കെ. അപ്പോൾ ഇത് എത്ര ചേട്ടാ ഒരു കിലോ? അപ്പോൾ ആദ്യം ഗ്രില്ല് ചെയ്യാനുള്ള ടൈഗർ പ്രോൺസും സ്ക്വിഡ് റിങ്സും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആൻഡ് സ്ക്വിഡിൻ്റെ തല ഞാൻ ചട്ടിച്ചോറിലാണ് യൂസ് ചെയ്യുന്നത്. ഇതങ്ങനെ വലിയ മെസ്സാവണ പരിപാടിയല്ല കേട്ടോ. ഇതുപോലെ ഒരു വാഴയിലയിൽ എല്ലാ സീ ഫുഡും നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് മെസ്സാവില്ല വീട്. ആൻഡ് ഇതിൽ വെച്ചിട്ട് തന്നെ, ഈ വാഴയിലയിൽ വെച്ചിട്ട് തന്നെ മാരിനേറ്റ് ചെയ്യാം. ആദ്യം ഗ്രിൽ ചെയ്യാനുള്ള സ്ക്വിഡും പ്രോൺസിനുള്ള മാരിനേഷൻ റെഡിയാക്കാം. കാശ്മീരി മുളക് പൊടി ആൻഡ് സ്പൈസി മുളക് പൊടി, അത് കുറച്ച് മതി. കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യണത് കുറച്ചൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഉപ്പ് ആവശ്യത്തിന്. ഇതാണ് എൻ്റെ മിക്ക വീഡിയോസിലും കാണുന്ന മാരിനേഷൻ, ഈ ഗ്രിൽ പ്രോൺസിനും ഗ്രിൽ സ്ക്വിഡിനൊക്കെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കണം. ആൻഡ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ആൻഡ് ലൈം ജ്യൂസ് ആവശ്യത്തിന്. ഇനി മെയിനായിട്ട് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്യുമ്പോഴാണ് സ്ക്വിഡും പ്രോൺസൊക്കെ നല്ല സോഫ്റ്റ് ആവണേ. അപ്പം വെളിച്ചെണ്ണ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. ഇനി ജസ്റ്റ് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ പ്രോൺസിലോട്ടും സ്ക്വിഡിലോട്ടും മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാരിനേഷൻ ടൈഗർ പ്രോൺസിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 1 hour ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഇരുന്നിട്ട് വേണം ഗ്രിൽ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തലേ ദിവസം റെഡിയാക്കാനാണെങ്കിൽ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ കുറേ കൂടെ സോഫ്റ്റ് ആയിരിക്കും. കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് അധികം വെള്ളം ഒഴിക്കരുത്. ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് മൂടി വെച്ചിട്ട് ടൈഗർ പ്രോൺസ് കുക്ക് ചെയ്യാം. ഇനി സ്ക്വിഡ് എപ്പോഴും നന്നായിട്ട് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യുക. എന്നിട്ട് എപ്പോഴും പാഡ് ഡ്രൈ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇതിലുള്ള വെള്ളം മാറ്റിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വാട്ടറി ആവും സ്ക്വിഡ്. അപ്പോൾ എപ്പോഴും പാഡ് ഡ്രൈ ചെയ്യുക. നല്ല ഡ്രൈ ആയിട്ട് വേണം മാരിനേറ്റ് ചെയ്യാനായിട്ട്. ഇനി സെയിം മാരിനേഷൻ സ്ക്വിഡിലും മാരിനേറ്റ് ചെയ്യാം. മെയിൻ തിങ് വെളിച്ചെണ്ണയാണ് ഇതിനെ നല്ല സോഫ്റ്റ് ആക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ആഡ് ചെയ്യണം. സെയിം ടൈം ഈ മസാല പോവുകയും ചെയ്യരുത്. ഒരുപാട് വെളിച്ചെണ്ണയാൽ ചിലപ്പോൾ ഈ മസാല ഇതിൽ പിടിക്കില്ല. അപ്പോൾ അത്രയും ആഡ് ചെയ്യരുത്. ഇനി നമ്മുടെ ചട്ടിച്ചോറിലേക്കുള്ള സീ ഫുഡ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇനി സീ ഫുഡ് ചട്ടിച്ചോറിലോട്ട് ആഡ് ചെയ്യാനുള്ള സീ ഫുഡിൽ അങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ജസ്റ്റ് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം മാരിനേറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് ബാക്കിയെല്ലാം നമ്മൾ ചട്ടിയിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനി സീ ഫുഡ് ചട്ടിച്ചോറിലോട്ട് ആഡ് ചെയ്യാനുള്ള ക്രാബിലോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി ആൻഡ് മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം നമ്മൾ ചട്ടിയിലോട്ട് ആഡ് ചെയ്യണേ. ആൻഡ് ഇതുപോലെ തന്നെ സ്ക്വിഡിലും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെക്കുക. ഒരുപാട് മസാല ആവരുന്നിട്ട് നമ്മൾ ഈ ചട്ടിച്ചോറിലോട്ട് ആഡ് ചെയ്യാനുള്ള സീ ഫുഡിൽ. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് പ്രോൺസിലും ഈ സെയിം മാരിനേഷൻ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗസ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്യാം. മെയിൻ തിങ് സീ ഫുഡും ചോറും ഒരിക്കലും അങ്ങനെ ഫ്ലോപ്പ് ആവില്ല. ആൻഡ് എല്ലാവരും തന്നെ എൻജോയ് ചെയ്യും. ആൻഡ് ഈസിയാണ്. മെയിൻ ഡിഷായിട്ട് ഈ ഒരു ഡിഷ് മാത്രം മതി. ഇനി സീ ഫുഡ് ചട്ടിച്ചോറിന് ഉള്ളി 1 കപ്പ് വേണം. ഉള്ളി നന്നായിട്ട് വേണം. ഉള്ളി ഉള്ളതാണ് നല്ലത്. ആൻഡ് കൊടംപുളി, പുളിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, ഉപ്പ് ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത്ര മതി. ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ആൻഡ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. അതിന് ഉപ്പ്, ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആവണം. യെസ്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്
അതൊരു ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ മതി. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സോട്ട് ചെയ്യുക. നെക്സ്റ്റ് കാശ്മീരി മുളക് പൊടിയും സ്പൈസി മുളക് പൊടിയും രണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. സ്പൈസി മുളക് പൊടി ആൻഡ് കാശ്മീരി മുളക് പൊടി സോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച കൊടംപുളി ആഡ് ചെയ്യാം, പുളിക്ക് ആവശ്യത്തിന്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ക്രാബും സ്ക്വിഡിൻ്റെ തലയും പ്രോൺസും ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ, ബിക്കോസ് മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് കംപ്ലീറ്റ് പോകും. പ്രോൺസ് ആൻഡ് സ്ക്വിഡ് മാത്രം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആഡ് ചെയ്താൽ മതി, ബിക്കോസ് അതിന് കുക്കിംഗ് ടൈം കുറവ് മതി. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് സോട്ട് ചെയ്യണം. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. പ്രോൺസും ക്രാബും ഇപ്പോൾ കുക്കായിട്ടുണ്ട്, ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി സ്ക്വിഡ് ഇടാം. സ്ക്വിഡ് ഓവർ കുക്കായി കഴിഞ്ഞാൽ ഭയങ്കര റബ്ബറിയാവും, അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് ഇടുന്നത്. ബട്ട് ഇതിലേക്ക് തല ആഡ് ചെയ്യണ കാരണം തലയ്ക്ക് കുറച്ചും കൂടി കുക്കിംഗ് ടൈം വേണം. ബട്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഒന്ന് കുക്കാവട്ടെ നന്നായിട്ട്. മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സും കൂടി ഒന്ന് കുക്കാട്ടെ. ഇനി ഇതിൻ്റെ ഗ്രേവി നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഈ അരപ്പ് ഈ ക്രാബിലും പ്രോൺസിലൊക്കെ പിടിക്കും. എന്നിട്ട് വേണം ചോറ് ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര വാട്ടറി ആയിട്ടിരിക്കും. ഈ ചോറിൽ കുറച്ച് വെള്ളം കിട്ടിയ പോലെ തോന്നും. അപ്പോൾ എപ്പോഴും ഡ്രൈ ആക്കിയിട്ട് വേണം ചോറ് ആഡ് ചെയ്യാനായിട്ട്. ഇനി ഡ്രൈ ആവട്ടെ. ഇനി ചോറ് എപ്പോഴും മട്ട റൈസാണ് മിക്സ് ചെയ്യാനായിട്ട് നല്ലത്. ടേസ്റ്റ് വൈസ് അതാണ് നല്ലത്. നന്നായിട്ട് വേവും വേണം. ഉപ്പിട്ടിട്ട് വേണം വേവിക്കാനായിട്ട് ചോറ്, അല്ലെങ്കിൽ ചോറിൽ അങ്ങനെ ഉപ്പ് പിടിച്ച പോലെ തോന്നില്ല. പ്രഷർ കുക്ക് ചെയ്യുക റൈസ്. ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, കറക്റ്റായിട്ടുണ്ട്. മെയിനായിട്ട് ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് വേണം ചോറ് ആഡ് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞാലും ശ്രദ്ധിക്കണം. ഞാൻ കുറച്ചുകൂടി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക ആൻഡ് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ഈ വെളിച്ചെണ്ണയിലോട്ട് ആഡ് ചെയ്യുക. നമ്മൾ നേരിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുളക് പൊടിയുടെ കുത്തൽ നിൽക്കും. അപ്പോൾ അത് കാരണം ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ശരി, കളർ വൈസ് ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ചോറ് മിക്സ് ചെയ്യാം. തീ ഉറച്ച് വെക്കാം. നമ്മുടെ ചോറ് മിക്സ് ചെയ്യട്ടെ എന്ന്. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെയിൻ ഡിഷ്. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും സീ ഫുഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കാം. ബട്ട് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ സീ ഫുഡ് എല്ലാം കൂടി ഉണ്ടെങ്കിൽ കുറേ കൂടെ അപ്പീലിംഗ് ആയിരിക്കും. അഥവാ വാട്ടറി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആവണവരൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇനി വേപ്പില ആഡ് ചെയ്യാം. നമ്മുടെ ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, പച്ച വെളിച്ചെണ്ണ. ശരിക്കും ആ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് ആ ചോറിന് ശരിക്കത്തെ ടേസ്റ്റ് വരുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സീ ഫുഡ് ചട്ടിച്ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈഗർ പ്രോൺസ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട്, ടൈഗർ പ്രോൺസ് അല്ല നമ്മുടെ വൈറ്റ് പ്രോൺസ് ആണെങ്കിലും ഇതുപോലെ ഗ്രില്ല് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് തവ ഗ്രില്ല് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ കുറേ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു കുറേ കൂടെ അപ്പോൾ കുറേ കൂടെ സോഫ്റ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും ഒരു 1 kg 20 ടൈഗർ പ്രോൺസ് വരുന്ന സൈസുള്ള ടൈഗർ പ്രോൺസാണ് മേടിച്ചത്. അപ്പോൾ ആദ്യം അത് ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പം മെയിനായിട്ട് എപ്പോഴും വരുന്ന പ്രശ്നം, നമ്മൾ ടൈഗർ പ്രോൺസിനൊന്നും ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുക്കാവാനായിട്ട്. ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. വെള്ളം ഒന്ന് ബോയിലായി കഴിയുമ്പോൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പ്രോൺസിൽ. ആൻഡ് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചിട്ട് കൊടുക്കുക. എപ്പോഴും പ്രോൺസ് കുക്ക് ചെയ്യുമ്പോൾ ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ അതും എപ്പോഴും ശ്രദ്ധിക്കണം. 5 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. അത് ഇത്രയും വലിയ പ്രോൺസ് ആയതുകൊണ്ട്. ചെറുതാണെങ്കിൽ ഒരു 2 മിനിറ്റ്സ് ഒക്കെ കുക്ക് ചെയ്താൽ മതി. ആൻഡ് സ്പേസ് ഉള്ള, ഇതിപ്പോൾ ഞാൻ ചെറിയ ചട്ടി എടുത്തത്, സ്പേസ് ഉള്ള ചട്ടിയിൽ വേണമായിട്ട് കുക്ക് ചെയ്യാനായിട്ട്. സ്പേസ് ഇല്ലാത്ത ചട്ടിയിലിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ കൂടുതൽ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും സ്പേസ് ഉള്ള ചട്ടിയിലിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. മൂടി വെക്കട്ടെ എന്ന്. യെസ്, പ്രോൺസ് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ കുക്ക് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യുക. ആൻഡ് നമ്മൾ എടുക്കാൻ നേരത്ത് ഒരു 3 മണിക്കൂർ മുമ്പൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഐസ് നന്നായിട്ട് പോയിട്ട് വേണം ഗ്രില്ല് ചെയ്യാനായിട്ട്. ഇനി ഈ പ്രോൺസിൽ വെള്ളം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോഴേ ഇത് ശരിക്കും മാരിനേറ്റഡ് ആവുള്ളൂ. അപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി ചൂടാറണമെന്നില്ല, ഗ്രില്ല് ചെയ്യാം. ഇനി തവ ഗ്രില്ല് ചെയ്യാനായിട്ട് ഞാൻ കാസ്റ്റ് അയണിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാനായാലും യൂസ് ചെയ്യാം. കാസ്റ്റ് അയൺ ആണെങ്കിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഓയിൽ ആഡ് ചെയ്യാനായിട്ട്. കോക്കനട്ട് ഓയിൽ
ഒരുപാട് ഓയിൽ ആഡ് ചെയ്യണ്ട കേട്ടോ, അപ്പോൾ മസാല പോവും. അപ്പോൾ പാകത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ മതി. ഇനി ഓയിലും ചൂടാവട്ടെ. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ പ്രോൺസ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ പ്രോൺസ് നന്നായിട്ട് കുക്കായത് കാരണം അങ്ങനെ അധികം നേരം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് കിട്ടാൻ മതി. 2 മിനിറ്റ് പോലും വേണ്ട, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ബട്ട് ഹൈ ഫ്ലെയിമിൽ. ഇനി കുക്ക് ചെയ്യാത്ത പ്രോൺസ് ആണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രോൺസ് ഇട്ട് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും 2 മിനിറ്റ്സ് വീതം കുക്ക് ചെയ്യാം. ഇനി ഒന്ന് മറിച്ചിടാം. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി എന്ന് വേണം പറയാൻ. ആൻഡ് ടേസ്റ്റ് വൈസ് ആണെങ്കിലും അത് എല്ലാവരും എൻജോയ് ചെയ്യും. എൻ്റെ മിക്ക റെസിപ്പീസിലും എൻ്റെ മിക്ക വീഡിയോസിലും ഇത് കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഇതാണ് എൻ്റെ പാർട്ടി ഓർഡേഴ്സിലൊക്കെ കൊടുക്കുന്ന ഗ്രിൽഡ് പ്രോൺസ് ഉണ്ട്, അത് ഈ റെസിപ്പിയാണ്. ഇനി വേപ്പിലയിടാം. വേപ്പിലിട്ട് ഇനി പാത്രത്തിലൂടെ മാറ്റാം. നമ്മുടെ ഗ്രിൽ തവ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്ക്വിഡ് ഗ്രിൽ ചെയ്യുമ്പോഴും കാസ്റ്റ് ചെയ്യേണ്ട പാത്രം നന്നായിട്ട് ചൂടായിട്ട് വേണം ഓയിൽ ആഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത സ്ക്വിഡ് ആഡ് ചെയ്യാം. സ്ക്വിഡ് ഒരിക്കലും 2 മിനിറ്റിൽ കൂടുതൽ നേരം കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. കൂടുതൽ കുക്ക് ചെയ്യുമ്പോഴാണ് ഈ റബ്ബറി ആയി പോകുന്നത്. അപ്പം അങ്ങനെ ഒരിക്കലും ആവരുത്. ആൻഡ് അധികം ചെറിയ ക്വാണ്ടിറ്റി ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ ഭയങ്കര വാട്ടർ ആയി പോകും. ഞാനിപ്പോൾ ചെറിയ ബാച്ചസ് ആയിട്ട് തന്നെ ആൻഡ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. സ്ക്വിഡ് റബ്ബറി ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഫീലും പോവും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആവരുത്. ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്തിട്ട് 2 മിനിറ്റ്സ് ഇതുപോലെ കണ്ടിന്യൂസ് സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സ്ക്വിഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇതുപോലെ ചെറിയ ബാച്ചസ് ആയിട്ട് ഗ്രിൽ ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്മുടെ സ്ക്വിഡ് റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആൻഡ് 2 മിനിറ്റ്സ് അതാണ് സ്ക്വിഡിൻ്റെ കുക്കിംഗ് ടൈം. ഇനി അടുത്ത ബാച്ച് ഇടാം. ഇനി സീ ഫുഡ് ചട്ടിച്ചോറിൻ്റെ കഴിക്കാനായിട്ട് സവാള നീളത്തിലരിഞ്ഞത്, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ആൻഡ് വിനാഗിരി. ഇത് മാത്രം മതി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ആൻഡ് അച്ചാറും കൂടി വേണം കേട്ടോ. യെസ്, നമ്മുടെ അണിയൻ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അച്ചാറൊന്ന് റെഡിയാക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കണ്ണിമാങ്ങ അച്ചാറാണ്. പക്ഷേ ഞങ്ങൾ നമ്മുടെ ഉപ്പുമാങ്ങ വീട്ടിൽ തന്നെ ഇട്ട് വെച്ചു. ചെറുതായിട്ട് അരിയാം. അതിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കുറച്ച്. ആൻഡ് മുളക് പൊടി, പച്ച വെളിച്ചെണ്ണ. യെസ്, നമ്മുടെ ഉപ്പുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാങ്ങ ചാലിച്ചത്. ഇത്രയേ ഉള്ളൂ, കോമ്പിനേഷൻ ഇത്രയേ ഉള്ളൂ. ഇനി സീ ഫുഡ് ചട്ടിച്ചോറ് നമുക്കൊരു ചട്ടി തന്നെ പ്ലേറ്റ് ചെയ്യാം. യെസ്, സംഭവം ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു കേട്ടോ. ഇനി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഉണക്കമീൻ്റെ പൊടി ഉണ്ടല്ലോ, ഉണക്ക ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് വറുത്തത്. ഇത് നല്ല ടേസ്റ്റാണ് ഉണക്ക ചെമ്മീൻ പൊടി. ഓക്കെ, എന്നാൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ ശരിക്കും ഇങ്ങനെ ഇവിടെ വേണമെങ്കിൽ ഇടാനായിട്ട്, മഞ്ഞയ്ക്ക് അത് അത്രയും ഇഷ്ടമില്ലാത്തത് ഞാൻ ഈ സൈഡിൽ ഇടുന്നുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ടേസ്റ്റ് മനസ്സിലായി കാണും. ഉണക്കച്ചെമ്മീൻ്റെ പൊടിയും സീ ഫുഡും സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി സീ ഫുഡും മുളക് പൊടിയും എല്ലാം കൂടി മിക്സായിട്ട് വരുമ്പോൾ ടേസ്റ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. ആൻഡ് കറിവേപ്പില. യെസ്, നമ്മുടെ ചട്ടിച്ചോറ് റെഡി. ഇനി ജിജോനെ വെയിറ്റ് ചെയ്യണം. ജിജു ചീസ് കേക്ക് കൊണ്ടുവന്നോ? എൻ്റെ ഫേവറേറ്റ് ചീസ് കേക്കാണ്. ഡിസേർട്ട് പായസമല്ല, ഞാൻ മാറ്റി. പായസമല്ല, ചെറിയൊരു വളരെ സിമ്പിളായിട്ടുള്ള സാധനം ഉണ്ടാക്കിയേക്കണേ, വേറെ ഡിസേർട്ട്. താങ്ക് യു സോ മച്ച്. ആകെ കൂടെ ഒരൊറ്റ ഡിസേർട്ട് എനിക്ക് പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. ബാക്കിയൊക്കെ ഹോം മെയ്ഡ് ഡിസേർട്ട്സ് ആണ് ഇഷ്ടം. തിരമസു അല്ലേ? അന്ന് നോക്കട്ടെ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ജിജു, വെഡിങ് ആനിവേഴ്സറിക്ക് ഇത് കേക്ക് കട്ടിങ്ങേ ഇല്ല, ചീസ് കേക്ക്. ഇവമേ അന്ന് ഒരു പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് താ. ചെറിയ രീതിയിലാണെങ്കിൽ എന്തെങ്കിലും നടക്കട്ടെ. ഇതെനിക്കാ ഇല്ല, ചെറിയൊരു പീസ് മതി, എനിക്ക് ഇഷ്ടമല്ലത്. താങ്ക് യു, സോറി. ചീസ് കേക്ക് ഇഷ്ടം. ജിജു ഇപ്പം കഴിക്കുന്നുണ്ടോ ചട്ടിച്ചോറ്? എന്നാൽ മഞ്ഞ എടുത്തോ.
അമ്മ എടുത്ത് തരണ ചെമ്മീൻ്റെ പൊടി ആഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പ്രോൺസ് വേണോ, ക്രാബ് വേണോ? ക്രാബ് വേണ്ട, പ്രോൺസ് മാത്രം മതി, മെയിൻലി ചോറ് മതി. അത് ശരി, നന്നായിട്ടാ. എനിക്ക് മെയിൻലി സീ ഫുഡാണ് വേണ്ടത്. എനിക്ക് മെയിൻലി ചോറാണ് വേണ്ട. ക്രാബ് വേണ്ടെന്ന് പറയുമ്പോൾ ആദ്യം പീസ് അതെനിക്ക് തന്നേക്കാം. ഇതിനകത്തുനിന്ന് എന്ത് സീ ഫുഡ് കിട്ടിയാലും എനിക്ക് തന്നേക്കട്ടോ. അങ്ങനെയല്ല, എനിക്ക് സീ ഫുഡ് വേണം. ടൈഗർ പ്രോൺസ് ഗ്രിൽ ടൈഗർ പ്രോൺസ് വേണം. മതിയില്ലേ? ചോറ് മതിയില്ലേ? ഇത്രയും മതിയില്ലേ കൂട്ടാ? ചോറ് കുറേ ഇട്ടിട്ടുണ്ട്. സവാള ഇടട്ടെ? ഇത് നല്ല ടേസ്റ്റാ. ആൻഡ് കണ്ണിമാങ്ങ അച്ചാർ. സോറി, കണ്ണിമാങ്ങ അച്ചാർ വേണം എനിക്ക്. മാങ്ങ അച്ചാർ ആക്ച്വലി ഞാൻ കൈ കൊണ്ട് എടുക്കും കേട്ടോ. സ്ക്വിഡ്, ടൈഗർ പ്രോൺസ്. യെസ്. അയ്യോ, ഒരു ഫോട്ടോ എടുത്താൽ പറഞ്ഞത് എനിക്കിഷ്ടമായി. കഴിച്ചോ കൂട്ടാ, ചൂടാറിപ്പോവും. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് ചോറ് കുറച്ച് മതി, കൂടുതലും ക്രാബാണ് ഇഷ്ടം. ജിജുവും മന്നയൊക്കെ ചോറിൻ്റെ ആൾക്കാരാണ്. ഇത്രയും മതി. ആൻഡ് സവാള, ഈ കോമ്പിനേഷൻ ബെസ്റ്റാണ് കേട്ടോ. മാങ്ങാച്ചാറും ഈ സവാളയും ആൻഡ് ഉണക്കച്ചെമ്മീൻ്റെ പൊടിയാണ് എൻ്റെ ഫേവറേറ്റ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ. അയ്യോ, ഒരു മിനിറ്റ്. ചോറ് ഒട്ടുമില്ല ഇതിൽ. ഇത് ബിഗിനേഴ്സിന് കൂടി സുഖമായിട്ട് ട്രൈ ചെയ്യാം. പ്രോൺസ് മാത്രം എടുത്ത് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഒന്നും പറയാനില്ല കേട്ടോ. ഭയങ്കര നല്ലതെന്ന് എല്ലാ വീഡിയോസിലും പറഞ്ഞു ഇവരെന്നോട് അങ്ങനെ പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊരു രക്ഷയില്ല. ഞാൻ ഒന്ന് സമാധാനമായിട്ട് കഴിക്കട്ടെ. ഡിസേർട്ടും കൂടി ഉണ്ട്, അത് ഇത് കഴിച്ച് കഴിയുമ്പോൾ കാണിക്കാം. ഈ ഡിസേർട്ടായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സാധനം കേട്ടോ റെഡിയാക്കിയ പായസം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടറിൽ ജലാറ്റിൻ ഇട്ടുന്ന ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു. ആൻഡ് മിൽക്ക് മെയ്ഡും പാലും കൂടി മിക്സ് അതിലേക്ക് ഒഴിക്കും. അത്രയേ ഉള്ളൂ. യെസ്, ഇപ്പോൾ സെറ്റായെന്ന് അറിയുന്നില്ല. ചുരുങ്ങിയതൊരു 5 hours വേണം സെറ്റാവാനായിട്ട്. സെറ്റായിട്ടുണ്ട്. യെസ്, ഇത് ടെൻഡർ കോക്കനട്ടിൽ 2 കപ്പ് ടെൻഡർ കോക്കനട്ട് വെള്ളത്തിൽ നമ്മുടെ ജലാറ്റിൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് രണ്ടും തണുത്ത് തന്നെ, രണ്ടും നോർമലായിട്ടുള്ള ടെമ്പറേച്ചറിൽ തന്നെ മിക്സ് ചെയ്തു. ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ ഇതിൽ. ഇങ്ങനത്തെ തട്ടിക്കൂട്ട് പരിപാടികളെ ഞാൻ വീട്ടിൽ ഡെസേർട്ടായിട്ട് ഉണ്ടാക്കാറുള്ളൂ. ബട്ട് മെയിനായിട്ട് എനിക്ക് കുറച്ച് ലൈറ്റായിട്ടുള്ള ഡെസേർട്ട്സ് ആണ് ഇഷ്ടം. അല്ലെങ്കിൽ നേരത്തെ കണ്ട ചീസ് കേക്ക്, ഒന്നില്ലെങ്കിൽ അതായിരിക്കണം, അല്ലെങ്കിൽ തീരെ ലൈറ്റ് ആയിരിക്കണം. ഈ മിൽക്ക് മെയ്ഡും പാലിൻ്റെ മിക്സിന് നല്ല തണുപ്പ് വേണം. യെസ്, പെർഫെക്റ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടായിരുന്നു. ഇതൊരു രക്ഷയില്ല കേട്ടോ. ടെൻഡർ കോക്കനട്ടിൻ്റെ ജെല്ലി ഭയങ്കര ലൈറ്റ് ഫീലാണ്.